ബുൾസേ, ഞാൻ സീരിയൽ കാണുന്നത് നീ കാണുന്നില്ലേ? അത് കണ്ടു കഴിഞ്ഞിട്ട് നീ വാർത്ത വെച്ച് നോക്കിയാൽ മതി. മാളു മര്യാദയ്ക്ക് തന്നോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ശരിയാക്കും. അമ്മേ അമ്മേ, ചേച്ചി അടിച്ചമ്മേ, എന്നെ അടിച്ചമ്മേ, അമ്മ ഇങ്ങോട്ട് ഓടി വാ അമ്മേ. അയ്യോ എന്റെ നുണച്ചി മാളു, നീ എന്തേ പറഞ്ഞു? നിന്നെ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, വെറുതെ നീ അമ്മയുടെ കയ്യിൽ നിന്ന് അടി കൊള്ളിപ്പിക്കാനുള്ള പരിപാടിയാണല്ലേ. എന്താ പിള്ളേരെ സന്ധ്യ സമയത്ത് വിളക്ക് വെച്ച് നാമം ജപിക്കുന്നതിന് രണ്ടും കൂടി ടിവിയുടെ മുന്നിൽ ഇരുന്ന് ഇത് ചന്തയാണോ അതോ വീടാണോ? രണ്ടിനെയും ഇന്ന് ഞാൻ ശരിയാക്കി തരാം. അച്ഛൻ ഇങ്ങ് വരട്ടെ. അമ്മേ ഈ ചേച്ചി എന്നെ അടിച്ചമ്മേ, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. അമ്മ ഈ മാളു വെറുതെ പറഞ്ഞു, ഞാൻ അവളെ ഒന്നും ചെയ്തില്ല. ആ വാർത്തയൊന്ന് വെക്കാനേ ഞാൻ അവളോട് പറഞ്ഞുള്ളൂ. മാളു നിന്റെ കള്ളക്കരച്ചിൽ നിർത്തിക്കോ, ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നല്ലത് വാങ്ങിയിട്ട് വിടുന്ന് കരയേണ്ടി വരും. അല്ലേലും എനിക്കറിയാം എന്നോട് ഈ വീട്ടിൽ ഒരാൾക്ക് പോലും സ്നേഹമില്ല. അല്ലേലും വീട്ടിലെ മൂത്ത കുട്ടികളോടാണ് അച്ഛനും അമ്മയ്ക്കും സ്നേഹം. എന്റെ ഈ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല. എനിക്ക് ആകെ ഇഷ്ടമുള്ളത് എന്റെ അമ്മമ്മയ്ക്ക് മാത്രമാണ്. ആദ്യം നമുക്ക് വാർത്ത വെക്കാം. വാർത്ത കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് സീരിയൽ കാണാം കേട്ടോ മാളു. നമസ്കാരം. പ്രധാന വാർത്തകൾ. മഴക്കെടുതി മൂലം വൻ നാശനഷ്ടങ്ങളാണ് ജില്ലയിൽ ആകമാനം സംഭവിച്ചിരിക്കുന്നത്. മഴ കൂടുന്ന സാഹചര്യമായതിനാൽ എല്ലാ ജില്ലകൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നമ്മളെ ഏവരെയും ഭീതിയിലാഴ്ത്തിക്കൊണ്ട് റിപ്പർ വീണ്ടും പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈശ്വര, ആ ദുഷ്ടൻ വീണ്ടും ഇറങ്ങിയോ? ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഒരു സ്വർണ്ണ വ്യാപാര കേന്ദ്രത്തിലെ സെക്യൂരിറ്റിയെ അടിച്ചു വീഴ്ത്തിയിട്ടാണ് സ്വർണ്ണ കവർച്ച നടത്തിയത്. ഇപ്പോൾ റിപ്പർ വീണ്ടും പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ രാത്രി 9 മണി കഴിഞ്ഞ് ആരും പുറത്തിറങ്ങിയോ കൂട്ടം കൂടി നടക്കുകയോ ചെയ്യരുതെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. അയ്യോ അമ്മേ, 9 മണി ആകാറായല്ലോ, അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ. എന്താ ചേട്ടാ? ചേട്ടാ, ഞാൻ കുറെ നേരമായി ഇവിടെ നിൽക്കുന്നു. എനിക്ക് ബസ് ഒന്നും കിട്ടുന്നില്ല. എനിക്ക് ആ ജംഗ്ഷൻ വരെ ഒരു ലിഫ്റ്റ് തരാമോ? അതിനെന്താ സഹോദര, കേറിക്കോ. ഞാൻ അതുവഴി തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ അവിടെ ഇറക്കിയേക്കാം.